റസൂലുള്ളാഹിന്റെ ഖുബ്ബ പോലും പൊളിച്ചു കളയാൻ ഞങ്ങൾക്ക് സഊദിയുടെ ഭരണം ലഭിക്കണമെന്ന് മുജാഹിദ് പ്രസംഗിച്ച് നടക്കുന്നതും അതുകൊണ്ടല്ലേ? നിങ്ങൾ ആ ഭാഗം ഒന്ന് കേൾക്ക്. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ പൊന്തിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കുകയും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കുപ്പ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറിനെ പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പുനർനിർമ്മിക്കുന്നതുമാണ്. ഇതാണ് മുജാഹിദ്. റസൂലുള്ളാഹിന്റെ ഖുബ്ബ അവിടെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എന്താ സംഭവിക്കാൻ പോണത്? എന്നിട്ട് ഇതേ മൗലവി പ്രസംഗിക്കുകയാണ്, ആ ഖുബ്ബ തകർക്കാൻ നമുക്ക് അധികാരം കിട്ടണ്ടേ, അധികാരം കിട്ടിയാൽ തകർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സക്കരിയാനെ സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൗദി ഭരണകൂടം എന്താണ് ആ ഖുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് തകർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ ഖുബ്ബ തകർക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. KNM അധികാരം കിട്ടിയാലേ കേരള നദ്വത്തുൽ മുജാഹിദിന്റെ ആളുകളെ സൗദിയുടെ ഭരണം കൊടുത്ത് ആദരിക്കാൻ വിളിക്കാനിരിക്കുകയാണേ. ഈ ഹജ്ജ് കഴിഞ്ഞോട്ടല്ലേ? നോക്കണം, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ഖുബ്ബത്തുൽ ഖദറാ, ആ പച്ചക്കുബ്ബ കണ്ട് അവർ കൺകുളിർക്കി അത് നോക്കി നിൽക്കുന്നു. ആ കുബ്ബ പൊളിക്കാൻ ഞങ്ങൾക്ക് അധികാരം കിട്ടണമെന്ന ധിക്കാരം പ്രസംഗിക്കുന്ന മൗലവിമാര്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളെ അവിടുത്തെ ജാറം പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അവിടുത്തെ ഖബർ പുതപ്പിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ സലഫി ചോദിക്കുന്നു, എന്തിനാ തങ്ങൾ പാപ്പാക്ക് പുതപ്പിക്കുന്നത്? അവിടെ കൊതുക് കടിക്കാതിരിക്കാനാണോ? കൊതുക് കടിക്കാതിരിക്കാനാണോ? മൗലവിയുടെ പ്രസംഗമാണ്, ശ്രദ്ധിക്കണേ മോമിനീങ്ങളെ. എന്നിട്ട് അതിന്മേൽ ജാറം മൂടുന്നു, പട്ടുകൊണ്ട് മൂടുന്നു, അവിടെ വിളക്ക് കത്തിക്കുന്നു. എന്തിനാ ജാറം മൂടുന്നത്? തങ്ങൾ പാപ്പാക്ക് തണുക്കാതിരിക്കട്ടെ, കൊതുക് കടിയില്ലാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ ഈ പട്ട് മൂടുന്നത്? ഞാൻ തിരിച്ചു ചോദിക്കട്ടെയോ? പരിശുദ്ധമായ കഅബാലയം, അതിന്റെ തില്ല, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന തില്ല ഓരോ വർഷവും മാറ്റുകയാണ്. കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ മൗലവി? കഅബക്ക് കൊതുക് കടിക്കാതിരിക്കാനാണോ? കഅബക്ക് തണുക്കാതിരിക്കാനാണോ? എന്തിനാണ് മൗലവിമാരെ ആ കില്ല കൊണ്ട് കഅബയെ പുതപ്പിക്കുന്നത്? അതിനെ അലങ്കരിക്കുന്നത് എന്തിനാണ്? അതൊരു ആദരവാണെന്ന് തിരിച്ചറിയാൻ മഹത്തുക്കളെ ആദരിച്ച് പരിചയം വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവ് വേണ്ടേ? മഹത്തുക്കളോടുള്ള ആദരവിന്റെ മനസ്സ് വേണ്ടേ? അതില്ലാത്ത ഈ മൗലവി പുരോഹിത പാതിരി വർഗത്തോട് വിഷയം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതാണ് മൗലവിമാരുടെ പോക്കെന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഇവരാരെയും വെറുതെ വിട്ടിട്ടില്ല. അങ്ങനെ സഹോദരന്മാരെ, ആക്ഷേപത്തിന്റെ അധിക്ഷേപത്തിന്റെ വാക്കുകളുമായി രംഗത്ത് വന്ന മുജാഹിദ്, അള്ളാഹുവിന്റെ ദീനിനെ വെട്ടിനുറുക്കാൻ വേണ്ടി രംഗത്ത് വന്ന മുജാഹിദ്, ഉലമാക്കളെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് രംഗത്ത് വന്ന മുജാഹിദ്, ആ മുജാഹിദ് എല്ലാരും സുന്നി മുശ്രിക്കാണെന്ന് പറഞ്ഞതിന് ഒരു കണക്കൂല്ല. എത്രയാണെന്നറിയോ? സുന്നി മുശ്രിക്കാൻ, മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിന്റെ ഇടയിലാണ് നമുക്ക് ദീന് പറയാനുള്ളത് എന്ന് മുജാഹിദ് മൗലവിമാർ പ്രസംഗിക്കുന്നു. ഇത് പറഞ്ഞതിന്റെ അനന്തര ഫലവും കൂടി ഞാൻ വേറൊന്ന് കാണിക്കാൻ പോകുന്നുണ്ട്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്, മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ്, മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മനസ്സിലായോ? എന്തേ മനസ്സിലായത്? മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിന്റെ ഇടയിൽ തൗഹീദ് പറയുന്നവരായവർ പോലും മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിന്റെ ഇടയിൽ ഇയാൾ പറയാൻ. അങ്ങനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബഹുമാനപ്പെട്ട E.K. ഹസൻ മുസ്ലിയാർ, അല്ലാഹു അവിടുത്തെ ഖബറിടം സ്വർഗ്ഗത്തോപ്പായി കൊടുക്കുമാറാകട്ടെ, ബഹുമാനപ്പെട്ടവരെ ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അവസാനം കത്തെഴുതിയ നമ്മൾ ഉമർ മൗലവി, ഹസൻ മുസ്ലിയാർ, അസ്ലിം തസ്ലം വഇല്ലാ ഫഇന്ന അലൈക ഇസ്മ അത്ബാഇക, നിങ്ങളെ പിന്തുടരുന്ന ആളുകളുടെ കുറ്റവും കൂടി നിങ്ങൾക്കുണ്ടാവും. അതുകൊണ്ട് മുസ്ലിം ആകണം എന്ന് പറഞ്ഞാൽ മുജാഹിദ് ആകണം എന്ന് ചുരുക്കം അല്ലേ? മരണമാസന്നമായ സമയത്ത് കത്തെഴുതുകയാണ് ആര്? മൗലവി. എന്നിട്ടോ ആ കത്ത് യഥാർത്ഥത്തിൽ ഫലം ചെയ്തത് തന്റെ സ്വന്തം മകൻ ബഷീർ മാഷ് എന്ന് പറയുന്ന അല്ലേ, ബഷീർ എന്ന് പറയുന്ന ഉമർ മൗലവിയുടെ മകന് കേരളത്തിലെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ആ കത്ത് കൈമാറേണ്ടി വന്നു. ആ മകൻ ബഷീർ മാഷ് എന്ന് പറയുന്ന ആള്, അയാള്
പ്രകൃതി ജീവിതക്കാരനായി മതം വിട്ട് എല്ലാം വിട്ട് ഇപ്പോ ജടപിടിച്ച മുടിയുമായി അലസമായി നീണ്ടുകിടക്കുന്ന താടിയുമായി ആ മാഷ് ഇപ്പോൾ പാമ്പുകളുടെയും